പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ട്രംപ് ഇപ്പോൾ അധികാരത്തിലേക്ക് എത്തുന്നത്. ചില അധികാരമാറ്റങ്ങൾ ഇനി നമ്മുടെ അയൽ രാജ്യത്ത് സംഭവിക്കുക തന്നെ ചെയ്യും. ഇമ്രാൻഖാന് വീണ്ടും അധികാരം നൽകുകയാണ് ട്രംപിന്റെ അടുത്ത ലക്ഷ്യം. അതിനുവേണ്ടി ട്രംപ് കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു. ഇത് ഇന്ത്യക്കൊരു പണിയാകുമോ? നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. പാകിസ്ഥാനിൽ വീണ്ടും ഇമ്രാൻഖാൻ ഭരണത്തിലേറണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ട്രംപ്. ട്രംപിന്റെ വിശ്വസ്തനായ റിച്ചാർഡ് ഗ്രെനലാണ് ട്രംപിന്റെ ഈ സ്വപ്നത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പാകിസ്ഥാനുമായി മികച്ച ബന്ധം അമേരിക്ക പുലർത്തിയിരുന്നുവെന്നും രണ്ടാം തവണ ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ഇമ്രാൻഖാനും ജയിൽ മോചിതനായി പാകിസ്ഥാന്റെ ഭരണത്തിലേക്ക് എത്തണമെന്നുമാണ് അമേരിക്കയുടെ ആഗ്രഹം. ഇതുകൊണ്ട് തന്നെ ഇമ്രാൻഖാനെ മോചിപ്പിക്കുക എന്ന ആവശ്യവുമായി രംഗത്തെത്തിയത് ട്രംപിന്റെ ഉപചാരകർ തന്നെയാണ്. ഇതിന്റെ അലയൊലികൾ പാകിസ്ഥാനിൽ മുഴങ്ങി തുടങ്ങിയെന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ അത്രയും അടിവരയിടുന്നത്. നിലവിൽ എന്താണ് പാകിസ്ഥാന്റെ അവസ്ഥ? മുൻ പാക് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ ഇപ്പോൾ ജയിലിലാണ് കഴിയുന്നത്. ഇമ്രാൻഖാന്റെ രാഷ്ട്രീയ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫിനെ പാകിസ്ഥാനിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പാകിസ്ഥാൻ സൈന്യവും ചേർന്ന് മാത്രവുമല്ല നിയമ സംവിധാനങ്ങളൊക്കെ ചേർന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആവശ്യം പാകിസ്ഥാനെ പിടിച്ചുകുലുക്കുന്നത് ഈ സാഹചര്യത്തിൽ തന്നെയാണ്. ട്രംപ് അധികാരത്തിലെത്തുകയാണ്. അമേരിക്കയുടെ സ്വാധീനത്തെക്കുറിച്ച് ലോകത്താരോടും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ സൈന്യത്തിന്റെ കാര്യത്തെക്കുറിച്ച് കഷ്ടം തന്നെയാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് സാധാരണ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ല ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള അമേരിക്ക എന്നത്. അധികാരത്തിലിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ തന്നെ ഇമ്രാൻഖാൻ പലതവണ പാകിസ്ഥാന്റെ നയതന്ത്ര ബന്ധത്തിൽ ഇടപെടുന്ന US നയതന്ത്രജ്ഞനായ ഒരു ഡൊണാൾഡ് ലൂവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൽ അടുത്തു നടന്ന സംഭവങ്ങൾക്കൊക്കെ പിന്നിൽ ഡൊണാൾഡ് ലൂവിന്റെ കൈകൾ ഉണ്ടെന്ന റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇദ്ദേഹം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പാകിസ്ഥാനെ വിലക്കിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്തിരുന്നത്. ഡൊണാൾഡ് ലൂവും പാകിസ്ഥാന്റെ നയതന്ത്രജ്ഞരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്നും അതിൽ ഇമ്രാൻഖാനെ ലക്ഷ്യം വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുമായിരുന്നു ഇമ്രാൻഖാൻ തന്നെ വ്യക്തമാക്കിയിരുന്നത്. അതിനുശേഷമാണ് ഇമ്രാൻഖാന്റെ വിധി മാറി മറിയുന്നത്. ഇമ്രാൻഖാന്റെ ജയിൽവാസവും ആരോപണങ്ങളും ഒക്കെ തുടരുന്നത് ആ കാലഘട്ടത്തിലാണ്. എന്നാൽ അപ്പോഴൊന്നും തന്നെ US-ന്റെ ഭാഗത്ത് നിന്ന് ഒരു ചെറുവിരൽ പോലും അനങ്ങിയില്ല എന്നതാണ് വസ്തുത. എന്നാൽ കാലം മാറി മറ്റൊരു തെരഞ്ഞെടുപ്പിന് അമേരിക്ക വേദിയായി. ഇത്ര നാളും ഭരിച്ചിരുന്ന ഡെമോക്രാറ്റിക് പാർട്ടിയെ പടിക്ക് പുറത്തു നിർത്തി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ട്രംപ് ജനുവരി 20-ന് അധികാരത്തിലെത്താൻ പോവുകയാണ്. ഇത് അമേരിക്കയുടെ ഫോറിൻ പോളിസിയിൽ ചില വെട്ടിത്തിരുത്തലുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളോട് പറയുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ NDA ഗവൺമെന്റ് ആണല്ലോ ഇപ്പോൾ അധികാരത്തിലുള്ളത്. എന്നാൽ നാളെ അധികാരം UPA സർക്കാരിന് ലഭിക്കുകയും രാഹുൽ ഗാന്ധി അധികാരത്തിലെത്തുകയും ചെയ്താലോ എന്തായിരിക്കും പരിണത ഫലം? ഇസ്രയേലിനോട് ഇപ്പോൾ ഇന്ത്യ കാണിക്കുന്ന നയങ്ങൾ മാറ്റി എഴുതപ്പെടും എന്നത് തീർച്ചയാണ്. ഇങ്ങനെ ഒരു സാഹചര്യമാണ് അമേരിക്കയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഗൂഢാലോചനയെ തുടർന്ന് ഇമ്രാൻഖാനെ ജയിലിലടച്ചു. ഇപ്പോഴിതാ ട്രംപിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമേരിക്കയിൽ വന്ന നയതന്ത്ര വ്യത്യാസം. അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റിന്റെ ഈ തീരുമാനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ്. നേതാവ് ജയിലിലാണെങ്കിലും പട്ടാളം നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിലും അവരുടെ നേതാവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ ട്രംപിന്റെ തീരുമാനം അവർക്ക് അല്പം ആശ്വാസം നൽകുന്നതാണ്. മറ്റേ ഭാഗത്ത് നിൽക്കുന്നത് നവാബ് ഷെരീഫ് എന്ന ഇന്നത്തെ പാകിസ്ഥാന്റെ ഭരണാധികാരിയാണ്. അദ്ദേഹം അടക്കം അമേരിക്കയുടെ ഈ തീരുമാനത്തെ നിശിതമായി വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം പാകിസ്ഥാന്റെ മാത്രം ആഭ്യന്തര പ്രശ്നമാണെന്നും അതിലേക്ക് ഇടപെടാൻ മറ്റാരും വരേണ്ടതില്ലെന്നുമാണ് അന്ന് പറയുന്നത്. ഒരർത്ഥത്തിൽ ഇത് ശരിയല്ല എന്ന് നമുക്ക് തോന്നാവുന്നതാണ്. എന്നാൽ ഇമ്രാൻഖാന്റെ പതനം പാകിസ്ഥാനിലെ അദ്ദേഹത്തിന്റെ എതിരാളികളുടെ മാത്രം ലക്ഷ്യമായിരുന്നില്ലെന്ന് അദ്ദേഹം അടക്കം ആവർത്തിക്കുമ്പോൾ വെള്ളം കൂട്ടാതെ ഈ വാക്കുകൾ വിഴുങ്ങാൻ നമുക്ക് സാധിക്കില്ലല്ലോ. കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇസ്ലാമാബാദിൽ ആര് ഭരിക്കണം ആര് വീഴണം എന്നൊക്കെ തീരുമാനിക്കുന്നത് മൈലുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന അമേരിക്കയിലെ വൈറ്റ് ഹൗസ് ആണ് എന്നത് തന്നെയാണ്. ഇനി ഇമ്രാൻഖാനും ട്രംപും തമ്മിലുള്ള സൗഹൃദത്തിലേക്ക് വരുമ്പോൾ അവർ എല്ലാ കാലത്തും നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ട്രംപ് US രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാത്ത കാലത്ത് പോലും അദ്ദേഹം ഇമ്രാൻഖാന്റെ സുഹൃത്തായിരുന്നു എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. 2019 ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്ന ഒരു വാർത്തയാണ് ഇത്. ഇത് നോക്കൂ, എന്താണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കൂ. I trust this gentleman എന്നാണ് അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന്റെ അന്നത്തെ ഭരണാധികാരിയായ ഇമ്രാൻഖാനെ വിശേഷിപ്പിച്ചത്. അന്ന് അദ്ദേഹം ജെന്റിൽമാൻ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ഇന്ന് കഴിയുന്നത് ജയിലിലാണ് എന്ന് ഓർക്കണം. ഇവിടെ ട്രംപ് തന്റെ ചങ്ങാതിയെ പുറത്തു കൊണ്ടുവരാൻ എത്രത്തോളം പരിശ്രമിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. കൊണ്ടുവരുമെന്ന കാര്യം ഏകദേശം തീർപ്പാണ്. അതിന് ഏതറ്റം വരെ ട്രംപ് സഞ്ചരിക്കുമെന്നതാണ് നമുക്കിനി കണ്ടറിയേണ്ട ഒരു കാര്യം. നമ്മുടെ സിനിമാ ഡയലോഗില്ലേ, ഒരു ഭ്രാന്തനെ പോലെ ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുമെന്ന് പറയുന്ന അതാണ്
ഇവിടുത്തെ ട്രംപിന്റെ അവസ്ഥ. അദ്ദേഹം ഏത് വഴിയിലൂടെയും സഞ്ചരിച്ച് ഇമ്രാൻഖാനെ പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതയും ഇവിടെയുണ്ട്. മുസ്ലിംസ് ഫോർ ട്രംപ് എന്നൊരു സംഘടന അമേരിക്കയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പേര് പോലെ തന്നെയാണ് അവരുടെ ഒരു രീതിയും. അതായത് ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം വിഭാഗക്കാരുടെ ഒരു സംഘടനയാണ് ഇത്. ഇതിലെ നേതാവ് ട്രംപിന്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കുന്ന വാർത്തയായിരുന്നു പുറത്തു വന്നത്. അദ്ദേഹം സ്വാഗതം ചെയ്യുകയായിരുന്നു ട്രംപിന്റെ ഈ തീരുമാനത്തെ. ഡൊണാൾഡ് ട്രംപിന്റെ മനസ്സിൽ ഇമ്രാൻഖാനെതിരെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അദ്ദേഹം പുറത്തു വരണമെന്ന് മാത്രമേ ട്രംപ് ഈ അവസരത്തിൽ ആഗ്രഹിക്കുക പോലും ചെയ്യുകയുള്ളൂ. എന്നാൽ തന്റെ സ്വകാര്യ ഇഷ്ടം നടപ്പിലാക്കാൻ വേണ്ടി വലിയ സമ്മർദ്ദം പാകിസ്ഥാന്റെ മുകളിൽ നൽകാൻ ട്രംപിന് സാധിക്കില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇവിടെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ട്രംപ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് മറ്റെവിടെയുമല്ല, അത് ബംഗ്ലാദേശിലേക്കാണ് എന്നതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ വീണ്ടും ഡൊണാൾഡ് ലൂവിനെ കുറിച്ച് ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരും. അതായത് ഇമ്രാൻഖാൻ സ്വയം പറഞ്ഞൊരു കാര്യമുണ്ട്, പാകിസ്ഥാനിൽ അദ്ദേഹത്തിന് വീഴ്ച ഉണ്ടാക്കിയത് ഡൊണാൾഡ് ലൂവിന്റെ പ്രവർത്തനങ്ങളായിരുന്നു എന്നത്. യുഎസിന്റെ നിർദ്ദേശപ്രകാരം ലൂ കരുക്കൾ നീക്കിയാണ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചെന്നായിരുന്നു പ്രധാന ആരോപണം. മാത്രവുമല്ല, ഇതേ ലൂ തന്നെയാണ് ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്കും കാരണമായിരിക്കുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ഭരണം അട്ടിമറിച്ചതും വിദ്യാർത്ഥി പ്രതിഷേധം നടത്തി രാജ്യത്ത് ആഭ്യന്തര കലഹമുണ്ടാക്കിയതും ഒക്കെ തന്നെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ലൂവിന്റെ കുടിലത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നാണ് ആരോപണം. നിലവിലെ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി മുഹമ്മദ് യൂനസിനെ ഒട്ടും അംഗീകരിക്കാത്ത വ്യക്തി കൂടിയാണ് ഈ ഡൊണാൾഡ് ട്രംപ്. മുഹമ്മദ് യൂനസ് ഡെമോക്രാറ്റിക് പാർട്ടിക്കൊപ്പം നിൽക്കുന്ന ആളാണെന്ന കാര്യം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിലെത്തുമ്പോൾ പാകിസ്ഥാൻ എന്ന പോലെ തന്നെ ബംഗ്ലാദേശിലും ചില മാറ്റങ്ങൾ സംഭവിക്കും. ബംഗ്ലാദേശിലെ മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളും വിവിധ തരത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുന്നുണ്ട്. ഈ വിഷയത്തിലേക്കാണ് ട്രംപ് ഇപ്പോൾ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഏത് നിമിഷം വേണമെങ്കിലും അദ്ദേഹത്തിന്റെ പൂർണ്ണ ശ്രദ്ധ പാകിസ്ഥാനിലേക്ക് തിരിയാൻ സാധ്യതയുമുണ്ട്. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനിൽ ചില മാറ്റങ്ങൾ ഉടൻ തന്നെ പ്രത്യക്ഷപ്പെടും. സോഷ്യൽ മീഡിയ എന്ന വലിയ ലോകം ഒന്ന് മാത്രം മതി അമേരിക്കയ്ക്ക് ഇതൊക്കെ സുഖമായിട്ട് നടപ്പിലാക്കാൻ. നമ്മൾ എന്ത് കാണണം, എന്തൊക്കെ കാണേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അമേരിക്കയാണല്ലോ, അല്ലേ? ഈ വർഷം ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി വിപ്ലവത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇടക്കാല സർക്കാർ നിലവിൽ വന്നതും 2 വർഷം മുമ്പ് പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി ഷഹബാസ് ഷെരീഫ് സർക്കാർ അധികാരമേറ്റതും തമ്മിൽ ഉള്ള സമാനതകൾ ഏറെയാണ്. ഈ 2 ഭരണകൂട മാറ്റങ്ങൾക്കും ചരട് വലിച്ചത് അമേരിക്കൻ ചാര സംഘടനയായ CIA ആയിരിക്കാമെന്ന് ആരോപിക്കപ്പെടുന്നുണ്ട്. അതായത് ഇതിനെല്ലാം പിന്നിൽ അമേരിക്കയാണ് പ്രവർത്തിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അനുസരണക്കേട് കാണിച്ചതിനാലാണ് ഇരുവരെയും മാറ്റി വേണ്ടപ്പെട്ടവരെ ആ സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിച്ചതെന്നും അവർ പറയുന്നുണ്ട്. പ്രൊഫസർ മുഹമ്മദ് യൂനസ് തലവനായ ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിൽ അധികാരമേറ്റ ശേഷം ഇന്ത്യയിൽ വെച്ച് ഷെയ്ഖ് ഹസീന പറഞ്ഞത് തന്റെ പുറത്താക്കലിന് പിന്നിലെ അമേരിക്കയാണ് എന്ന് തന്നെയാണ്. നാവിക താവളം ഉണ്ടാക്കാൻ ബംഗാൾ ഉൾക്കടലിൽ സെന്റ് മാർട്ടിൻസ് ദ്വീപ് വിട്ടുകിട്ടണമെന്ന ആവശ്യവും ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗത്ത് മണിപ്പൂർ, മിസോറാം, ബംഗ്ലാദേശിന്റെയും മ്യാൻമാറിന്റെയും ചില ഭാഗങ്ങൾ എന്നിവ കൂട്ടിച്ചേർത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യം ഉണ്ടാക്കാൻ സഹായിക്കണമെന്ന അഭ്യർത്ഥനയും ചെവി കൊള്ളാത്തതിനാലാണ് തനിക്കെതിരായ പ്രക്ഷോഭത്തിന് അമേരിക്ക ഇന്ധനം പകർന്നതെന്ന് ഇവർ ആരോപിച്ചിരുന്നു. ബംഗ്ലാദേശിൽ നടന്ന വിദ്യാർത്ഥി വിപ്ലവത്തെ തുടർന്ന് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് ഇടക്കാല സർക്കാർ നിലവിൽ വന്നതും 2 വർഷം മുൻപ് പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി ഷഹബാസ് ഷെരീഫ് സർക്കാർ അധികാരമേറ്റതും തമ്മിലുള്ള സമാനതകളാണ് ഞാനിപ്പോൾ പറഞ്ഞതൊക്കെ. ഹസീനയ്ക്ക് സമാനമായ ആരോപണം ഇമ്രാൻഖാനും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ആഭ്യന്തര യുദ്ധത്തിലും രാജ്യം പതറിയിരുന്ന ഒരു കാലഘട്ടത്തിൽ എവിടെ കടം കിട്ടണമെന്ന് പാകിസ്ഥാൻ ഉടറി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഖാൻ പറഞ്ഞതൊന്നും ആരും വേണ്ടത്ര ഗൗരവത്തോടെ എടുത്തില്ല എന്നതാണ് പറയേണ്ട കാര്യം. 2022 ഏപ്രിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്തായ ഇമ്രാൻഖാൻ അതിനു മുൻപ് തന്നെ അമേരിക്കയ്ക്ക് നേരെ വിരൽ ചൂണ്ടിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാൻ കാരണമായതുപോലും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ചില മാറ്റങ്ങൾ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ സംഭവിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ എന്നാണ് നമ്മുടെ ഒരു ആശങ്ക പോലും, അല്ലേ? അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.